Praise the Lord. Hallelujah. സന്തോഷമുള്ളവർ അക്കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാൽ ഹല്ലേലൂയ പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഒരു നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. മനോഹരമായ ഒരു പകൽ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി നൽകി. പകലിന്റെ മണിക്കൂറുകളിൽ ആമേൻ അത്ഭുതകരമായ അതിശയകരമായി കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ കർത്താവ് തന്റെ മക്കളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിലും ലൈവിലൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഈ ലൈവിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. തുടർന്ന് ഈ വീഡിയോ കാണുന്ന, ഈ ലൈവ് വീക്ഷിക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. പാടുവാൻ കൃപ നൽകിയാൽ ആരെങ്കിലും രോഗികളായി, ദുഃഖിതരായി, ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ ആയിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഇന്ന് രാത്രി എല്ലാവരെയും നിർമ്മിക്കണമേ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി ചില പാപികൾ മനം തിരിയുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകത്തക്ക വിധത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് കൈപിടിച്ചുയർത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൽ പ്രത്യാശയുള്ള ദൈവമക്കൾ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിന്റെ മടങ്ങിന് വേണ്ടി കാതോർത്ത് തങ്ങളെ തന്നെ വചനപ്രകാരം സൂക്ഷിച്ച വിളക്കിൽ എണ്ണയോടുകൂടെ കരുതി കാത്തിരുന്ന 5 കന്യകമാരെ പോലെ കാത്തിരുന്ന കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് രാത്രി പിന്നെയും ബലം പ്രാപിപ്പാൻ ഉതകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്താൽ നിറയുവാൻ, ശക്തിയോടെ ബലപ്പെടുവാൻ നൽകുവാൻ, സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് വ്യക്തികളെ കൈപിടിച്ചുയർത്തണമേ. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന യഹോവയാം ദൈവമേ, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന കണ്ണുകൾക്ക് ചില വിടുതലുകൾ, ചില കുടുംബങ്ങൾ, തലമുറകൾ വിടുവിക്കപ്പെടുന്നത് കാണുവാൻ ഭാഗ്യമൊരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ ചെല്ലുമ്പോ ഇവിടെ കർത്താവിന്റെ വേലയുടെ മുഖത്ത് ആമേൻ ആയിരുന്നവർ നേടിയതിന്റെ പ്രതിഫലം വാങ്ങിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലുവനായ ദൈവത്തിന്റെ കരം കർത്താവിൽ ചലിപ്പാനിടയാകാം. മഹത്വം അവിടുത്തേക്ക് അർപ്പിക്കും. പ്രാർത്ഥന കേൾക്കാനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. സന്തോഷമുള്ളവർ ഒരിക്കൽ കരപടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമുക്ക് ചേർന്ന് പാടി ആമേൻ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ക്ഷണിക നേരം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ജനിച്ചു വീഴുന്ന എല്ലാവരും മരണമെന്ന പ്രതിഭാസത്തിലൂടെ കടന്നു പോകേണ്ടവരാണ്. ഹല്ലേലൂയ. ഒരിക്കൽ മരണം വന്ന് വിളിക്കുമ്പോൾ നോ പറഞ്ഞ ആർക്കും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ജനനമുണ്ടെങ്കിൽ മരണവുമുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ ജനിച്ച് മരിക്കുന്ന വ്യക്തി ഹല്ലേലൂയ ക്രിസ്തുവിൽ ആണ് മരിക്കുന്നതെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ അതേ കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അപ്രത്യാശയുള്ള ദൈവമക്കൾ ആമേൻ നമുക്ക് മുന്നമേ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടവരെ ഓർത്ത് അത് നിരാശപ്പെടത്തില്ല, സന്തോഷിക്കും. ഹല്ലേലൂയ. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ അവരോട് ഒരുമിച്ച് എടുക്കപ്പെടും. ആ സന്തോഷമുള്ളവർ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം സ്വർഗ്ഗമാണെന്റെ നിത്യമാമീട്, എന്റെ നിത്യമാമീട്. ഒരിക്കൽ കൂടെ അല്പകാലം മാത്രം
മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും എന്നും വിശ്രമിച്ചിടും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല രാത്രി കൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയല്ലോ. ഈ ഭൂമിയിലെ ശരീരകാലം ഹല്ലേലൂയ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ, കൃപ അനുഭവിക്കുന്നവർ ഹല്ലേലൂയ കരമടിച്ച് ഒരിക്കൽ കൂടെ കർത്താവിന് ബലം കൊടുത്താൽ ഇരുന്നവരും ഇരിക്കുന്നവരും വീണ്ടും വരുന്നവരുമായ അൽഫയും ഒമേഗയുമായ ആദ്യനും അന്ത്യനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് രാത്രി ലൈവിൽ ആയിരിക്കുന്നവരും ദിവസങ്ങളിൽ ഈ ലൈവ് വീക്ഷിക്കുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനം ചൊല്ലിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുന്നു. ആമേൻ. നിങ്ങൾ ആമേൻ സ്ഥാപിക്കപ്പെടാൻ
ഹല്ലേലൂയ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിച്ച് ദൈവകൃപ പ്രാപിച്ച് അതേ ക്ഷണിക കാലം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് കർത്താവ് ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോൾ ഇവിടെ നിന്ന് സഭ എടുക്കപ്പെടുന്ന കൂട്ടത്തെ എടുക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് ചിന്തിച്ച് ഉയരത്തിലുള്ളത് പ്രാപിച്ച് ഈ ഭൂമിയിൽ ആയിരിക്കുന്നുവോ അതോ ഈ മായാകുന്ന ലോകത്ത് ആമേൻ നശ്വരമായ ലോകത്ത് അതെ വെട്ടിപ്പിടിച്ച് നിത്യ നാശത്തിലേക്ക് ആമേൻ അതെ നരകത്തിലേക്ക് ആമേൻ അതെ പോകുവാൻ ഈ ഭൂമിയിലുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ? ഹല്ലേലൂയ. നിത്യജീവൻ അവകാശിയാക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്ക് ഉയരത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനെ കുറിച്ചുള്ള സന്ദേശം അത്രേ ആമേൻ ഏക വഴിയായി അത് ഭൂമിയിൽ അത് നൽകിയിട്ടുള്ളൂ. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം. ഇന്ന് രാത്രിയിലും ആ നാമത്തെ ഉയർത്തുവാൻ, ആ നാമത്തെ ആമേൻ പ്രഘോഷിക്കുവാൻ വിശ്വസ്തനെ നെണ്ണിയൻ വേലയ്ക്കാക്കി വെച്ച സർവകൃപാലുവായ സർവശക്തനായ സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് വായിക്കാം സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിന്തിപ്പാനായി നൽകിയ വേദഭാഗം സദൃശവാക്യങ്ങൾ 16:3. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗം ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോനിലൂടെ ദൈവജനത്തിന് നൽകിക്കൊടുത്ത വചനമാണ്. അത് ഇപ്രകാരമാണ് വായിക്കുന്നത്: നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക. പ്രിയമുള്ളവരെ, നിന്റെ പ്രവൃത്തി ആമേൻ എന്തുമാകട്ടെ, ഹല്ലേലൂയ, അത് ആമേൻ യഹോവയ്ക്ക് സമർപ്പിക്കുക. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. ആമേൻ. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോ ആമേൻ അതെ വളർന്നു തുടങ്ങുമ്പോ നമുക്കറിയാം, നമ്മുടെ അംഗൻവാടിയിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആമേൻ അതെ ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ചാൽ അവരെ റോൾ മോഡലായി കാണുന്നത് ആരെയാ? പോലീസുകാരനാണെങ്കിൽ പറയും പോലീസുകാരനാകണം, ടീച്ചറിനെ കണ്ടാൽ പറയും ടീച്ചറാകണം, നേഴ്സിനെ കണ്ടാൽ പറയും നേഴ്സ് ആകണം, ഡോക്ടറെ കണ്ടാൽ പറയും ഡോക്ടറാകണം. അത് മനുഷ്യ സഹജമാണ്. എന്നാൽ ആമേൻ ജീവിതത്തെ കുറിച്ച് ഒരു ലക്ഷ്യം, ആമേൻ ഒരു ലക്ഷ്യം ബോധം ആമേൻ സ്ഥാപിച്ചു കഴിയുമ്പോൾ അവർ പറയും ഭാവിയിൽ എനിക്ക് ഇന്ന വ്യക്തി ആകണം. ഹല്ലേലൂയ. ഇന്ന വ്യക്തി ആകണം എന്നുള്ള ആഗ്രഹമുള്ളവർ ആമേൻ ഈ ഭൂമിയിൽ അവരുടെ ക്ഷണിക കാലം ആമേൻ വളരെ ചിട്ടയുള്ളതായി. ഹല്ലേലൂയ. ആമേൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി എവിടെ എത്തണം എന്നുള്ള ലക്ഷ്യമാണ് അകത്തുള്ളതെങ്കിൽ ആ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ ഹല്ലേലൂയ ആവശ്യമായത് പഠിക്കുകയും ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യും. ആമേൻ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ ഉഴപ്പി തിരിഞ്ഞ് നടക്കുന്ന കുറെ പേരുണ്ട്. അതിൽ കഴിക്കുന്ന കാര്യത്തിൽ ഉഴപ്പും, ഉറങ്ങുന്ന കാര്യത്തിൽ ഉഴപ്പും, പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഉഴപ്പും, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യബോധവും ഇല്ലാതെ നമ്മൾ പറയില്ലേ നായി ചന്തയ്ക്ക് പോകുന്ന പോലെ എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ പോലെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ ആയിരിക്കുന്ന അനേകര് നമുക്ക് ചുറ്റുപാടും കാണുവാൻ കഴിയും. ഹല്ലേലൂയ. പിന്നെ പല കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾക്കാരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യൻ ഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് ഒതുങ്ങിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. സിറ്റാവാൻ ദൈവം അതേ മനുഷ്യന് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകി. ആ ലക്ഷ്യബോധത്തോടുകൂടെ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന മനുഷ്യൻ ജീവിക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാ കർത്താവായ യേശു ക്രിസ്തു. ആ പാക്കേജിനകത്തുള്ളതെല്ലാം പ്രാപിക്കുവാൻ ആമേൻ സമർപ്പിക്കപ്പെടുന്ന ഒരു ദൈവമക്കൾ അത് പ്രാപിച്ച് നിത്യതയിൽ ഹല്ലേലൂയ നിത്യകാലം കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ഒരു ദൈവ പൈതലിനെ ആമേൻ സജ്ജമാക്കുന്ന ദൈവിക പദ്ധതി തിരിച്ചറിയുന്ന ദൈവമക്കളിൽ കരപടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാൻ. ഹല്ലേലൂയ. ജ്ഞാനിയായ ശലോമോനിലൂടെ ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ സാധിച്ച് കാണുവാനായിട്ട് ഹല്ലേലൂയ രാജ്യത്തിലോ നന്ദി യേശു. ഹല്ലേലൂയ. നെറ്റ്വർക്കിൻ്റെതാകുന്ന പ്രോബ്ലം ആമേൻ കൂടെ കടന്നു വരുന്നു.
ആമേൻ, തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. നിന്റെ പ്രവൃത്തികൾ കർത്താവിന് സമർപ്പിക്കുക. ആമേൻ. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ആമേൻ അതെ അനുസരിച്ച് ഉയർന്നു വരത്തക്ക വിധത്തിൽ പ്രവൃത്തി വലിയവനായ ദൈവത്തിന്റെ കരം അതെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ സ്വന്തം വിവേകത്തിൽ എന്തിരുത് ഊന്നരുത്. പലരും ഈ ഭൂമിയിൽ 60, 70, 80, 120 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുവാൻ തക്കവണ്ണം ആമേൻ അവസരം ലഭിക്കാറുണ്ട്. ഈ കാലയളവിൽ ആമേൻ ഇവിടെ ആയിരിക്കുന്ന വ്യക്തികൾ സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ആമേൻ ദൈവ കരങ്ങളിൽ ആശ്രയിച്ച് ദൈവത്തെ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട് ജീവിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സർവശക്തനായ ദൈവം അതെ നൽകുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്നുള്ള സന്ദേശമാണ് ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ ഈ ഭൂമിയിലായിരിക്കുന്ന ജനത്തോടായി പറയുന്നത്. ഹല്ലേലൂയ. അതെ, പൂർണ്ണ ഹൃദയത്തോടെ, പാതി മനസ്സോടെ അല്ല കേട്ടോ, പൂർണ്ണ മനസ്സോടെ നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക. പ്രിയമുള്ളവരെ, ഇവിടെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് പ്രായ പൂർത്തിയായിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ ഹല്ലേലൂയ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ജീവിക്കുവാൻ തയ്യാറാകുമെങ്കിൽ എല്ലാ വഴികളിലും ഹല്ലേലൂയ പരാജയപ്പെടാതെ ഉയർച്ച പ്രാപിക്കുവാനിടയായ തക്ക വിധത്തിൽ ആമേൻ പരാജയപ്പെടുത്തുവാൻ നോക്കുന്ന ദുഷ്ട പിശാചിന്റെ ആമേൻ പദ്ധതികളെ ആമേൻ ഇല്ലാതാക്കി ഹല്ലേലൂയ അതേ സമസ്ത മേഖലകളിൽ കടന്നു പോകുന്നിടത്ത് ഉയർച്ച പ്രാപിച്ച് വിജയം പ്രാപിച്ച് ആമേൻ സന്തോഷിക്കുവാനിടയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 3:6 വാക്യത്തിൽ നിന്റെ എല്ലാ വഴികളിലും അവനെ നിലച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ എന്ത് ചെയ്യും? നേരെയാകും. ജീവിതത്തിന്റെ മുമ്പിൽ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ, ഈ എക്സാം എങ്ങനെ അതേ ജയിക്കുമെന്നറിയാതെ, അത് ടെസ്റ്റ് പുസ്തകം വാങ്ങിയിട്ടില്ല, ട്യൂഷന് പോകാൻ പറ്റുന്നില്ല, അതിനുള്ള സാഹചര്യമില്ല, എങ്ങനെ ഈ എക്സാം എഴുതി അവൻ വിജയിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ഒരു വ്യക്തി അവൻ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുവെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്ക്. സ്വന്തം വിവേകത്തിൽ ഊന്നാതെ ആമേൻ അതെ ഒരുവന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ സകലതും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനാപൂർവം ആമേൻ സാഹചര്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് ആമേൻ നീ ദൈവത്തോട് ആശ്രയിച്ച് പ്രാർത്ഥിച്ച് നീ പഠിക്കാമെങ്കിൽ ഹല്ലേലൂയ ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന് ജ്ഞാനം കൊടുത്ത സ്വർഗത്തിലെ ദൈവം കുഞ്ഞേ നിന്റെ ബുദ്ധിയെ വികസിപ്പിക്കോ, നിന്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കോ, നീ പഠിക്കുന്ന പാഠഭാഗങ്ങൾ അതെ പരിശുദ്ധാത്മാവ് നിനക്ക് ആമേൻ അതെ ഗ്രഹിക്കത്തക്ക വിധത്തിൽ അതെ പറഞ്ഞു തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് അവൻ നിന്റെ പാതകളെ എല്ലാം നേരെയാകും. ആമേൻ. സത്യവേദ പുസ്തകത്തിനകത്ത് ദൈവത്തിൽ ആശ്രയിച്ച അതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച നിരവധി ഭക്തന്മാരുടെ ചരിത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. പിന്നെ അവർ അധികാലത്ത് എഴുന്നേറ്റ് ആമേൻ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്ന കാര്യമാണ് ആമേൻ നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. പലർക്കും ചില ജോലി സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒരു വർഷത്തിന് വേണ്ടി ചെന്നാൽ ആമേൻ 1 മാസം പോലും നിൽക്കുവാൻ കഴിയാതെ ആമേൻ തിരിഞ്ഞു പോകുന്നവരുണ്ട്. ഹല്ലേലൂയ. ചിലര് പല കോഴ്സിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ചേരും. ആമേൻ ആ കോഴ്സ് ആമേൻ പകുതിയാകുന്നതിന് മുമ്പേ അവിടെ നിന്ന് അത് സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ടതായി വരുന്നു. പലരും ആമേൻ ഭവനം പണിത് പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച് ആമേൻ അത് പണി തുടങ്ങും. പണി തുടങ്ങുന്നതിന് മുമ്പേ അത് വിറ്റ് മറ്റൊരു ത്തേക്ക് പോകേണ്ടതായി വരും. അങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ കാര്യങ്ങൾ പലരും ബിസിനസ് ചെയ്യുന്നു. ആമേൻ ഒരു ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് ഇറക്കിയ മുതല് തിരിച്ചെടുക്കുന്നതിന് മുമ്പേ ആമേൻ അത് പരാജയപ്പെട്ട് മറ്റൊന്ന് തുടങ്ങേണ്ടതായി വരുന്നു. അങ്ങനെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പരാജയപ്പെട്ട് ഒതുങ്ങി എങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുമെന്ന് അറിയാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന അനേകരുള്ള ലോകത്ത് വ്യക്തമായ ലക്ഷ്യബോധത്തോടുകൂടെ ജീവിക്കുവാൻ ഒരു മനുഷ്യനെ സജ്ജമാക്കുന്ന ദൈവത്തിന്റെ
അതേ പദ്ധതി ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. ആമേൻ. ഒന്നാമത് വിശ്വാസം വേണം. ആമേൻ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. ഇന്ന് രാത്രി സ്നേഹിതരെ, സഹോദരങ്ങളെ, കൂടപ്പിറപ്പെ, ജീവിത പങ്കാളികൾ ആമേൻ ഉറപ്പുള്ളവരായി മാറട്ടെ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായി മാറട്ടെ. അവന്റെ പ്രവാചകന്മാരെ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകുമെന്ന് പറഞ്ഞു. ഈ പ്രവാചകന്മാരുടെ കാര്യം പറയുമ്പോ കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് ആമേൻ കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. അപ്പോ ആത്മീയന് വിവേചിക്കാനുള്ള വരമില്ലെങ്കിൽ പരാജയപ്പെടും. പ്രവചനം എന്ന് കേൾക്കുമ്പോ അതിന്റെ പുറകെ ഓടുന്നതിന് മുമ്പ് കേൾക്കുന്ന പ്രവചനത്തെ നീ വിവേചിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ ആറ്റിനകത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേൻ. ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവൻ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ആമേൻ അവൻ ഹല്ലേലൂയ ആറ്റിനകത്ത് നട്ടിരിക്കുന്ന ആമേൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇലവാടാത്ത ഒരു വൃക്ഷം പോലെ ഇരിക്കുകയും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുകയും ചെയ്യും. പലരും പരാജയപ്പെടുന്നിടത്ത്, പലരും അതെ ലജ്ജിച്ചു പോകുന്നിടത്ത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ തഴച്ചു വളരത്തക്ക വിധത്തിൽ ആത്മനദിയുടെ തീരത്തായിരിക്കുന്ന ഒരു ദൈവ പൈതൽ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ സാധ്യമായ മേഖലകളെ സാധ്യമാക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ ആത്മാവിന്റെ മുമ്പിലുള്ള സകല പ്രതികൂലങ്ങളെ വെട്ടിമാറ്റി അത് ഇസ്രായേൽ മുമ്പോട്ട് വന്നപ്പോ അവരുടെ മുമ്പിൽ ഉയർന്നു നിന്ന ചെങ്കടലിനെ വിഭജിച്ചതുപോലെ, യോർദാനെ വിഭജിച്ചതുപോലെ ഇന്ന് രാത്രി യഹോവയിൽ ആശ്രയിക്കുന്ന ദൈവമൈതലേ, നിന്റെ മുമ്പിലുള്ള തടസ്സങ്ങൾ ഇന്ന് രാത്രി മാറിപ്പോകുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ കാൽച്ചുവട് വെക്കുന്നിടം അനുഗ്രഹിക്കപ്പെടത്തക്ക വിധത്തിൽ ഉയരത്തിൽ അഭിഷേകത്താൽ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി ആ മാളിക മുറിക്കകത്ത് സമർപ്പിക്കപ്പെട്ടിരുന്ന ആമേൻ അത് 120 പേർ അടങ്ങുന്ന ആ സംഘം ഇരുന്നത് പോലെ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാകും? അതേ യാബോക്ക് നദിയുടെ അക്കരയിൽ ആമേൻ 15 വ്യക്തികളെ ജഡപ്രകാരമുള്ള 15 പേരെയും അക്കരെ കടത്തി തനിക്കുള്ളതെല്ലാം അക്കരെ വെച്ച ഒരു രാത്രി ദൈവവുമായി ദൈവദൂതന്മാരുമായി സമയം ചെലവഴിച്ച അബ്രഹാം അടുത്ത പ്രഭാതത്തിൽ ഒരു ഇസ്രായേലായി അറിയപ്പെടത്തക്ക വിധത്തിൽ ദൈവിക അനുഗ്രഹത്തിൽ ഉടമയായി മാറിയതുപോലെ ഈ കാലഘട്ടങ്ങളിൽ അവൻ ഈ യുഗത്തിൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവൈതലായി ജീവിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ആമേൻ പ്രായഭേദമന്യേ യൗവനക്കാരായാലും യൗവനക്കാരികളായാലും കുഞ്ഞുങ്ങളായാലും വൃദ്ധന്മാരായാലും അവരുടെ മേൽ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തനാണ്. ഈ കാലഘട്ടങ്ങളിൽ തലമുറകൾ മാത്രമല്ല വഴിതെറ്റിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. 60 കഴിഞ്ഞവരും വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് മാധ്യമ പേപ്പറുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നില്ലേ? ആമേൻ. കേസുകളിനകത്ത് പിടിക്കപ്പെടുന്നവരുടെ കൂട്ടത്തില് 60 കഴിഞ്ഞവരുമുണ്ട്, ആമേൻ യൗവനക്കാരുമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ യൗവനക്കാരെന്നോ യൗവനക്കാരിയെന്നോ കുഞ്ഞെന്നോ ആമേൻ മുതിർന്നവരെന്നോ ഇല്ലാതെ അതപ്പതിച്ചു കൊണ്ടിരിക്കുമ്പോൾ യോവേൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് അധർമ്മം പെരുകുമ്പോൾ അനേകരുടെ സ്നേഹം തണുത്തു പോകുമ്പോൾ സ്നേഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ തലമുറയിൽ നിന്ന് പുറത്തെടുക്കുമെന്ന് ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു അന്യയുടെ പ്രാർത്ഥന നിമിത്തം ഒരു അഭിഷേകം പുറത്തു വന്നെങ്കിൽ ഈ രാത്രി ലൈവിൽ എന്നോടൊപ്പമായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ലോകത്ത് ഒരു കൂട്ടം യൗവനക്കാർ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമയായി തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ. ഈ തലമുറയിൽ ഒരു കൂട്ടം യൗവനക്കാരികൾ ആത്മനിറവോടെ എഴുന്നേറ്റ് വരുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് ഇന്ന് രാത്രി എത്ര കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. നിന്റെ ആരാധന നിമിത്തം, നിന്റെ പ്രാർത്ഥന നിമിത്തം, നിന്റെ കൂട്ടായ്മ നിമിത്തം തകർന്നുകൊണ്ടിരിക്കുന്ന യൗവനക്കാരുടെ ഇടയിൽ നിന്ന് യോവേൽ പ്രവാചകൻ പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തി ആമേൻ നടക്കുന്ന കാലഘട്ടമായി നിന്റെ കണ്ണുകൾ കൊണ്ട് കാണുവാനും ദൈവത്തിന് മഹത്വം കൊടുക്കുവാനും തക്കവണ്ണം ഇടയാകുന്ന ഒരു കാലഘട്ടമാണിത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉയരത്തിലുള്ളത് ചിന്തിച്ച് ആമേൻ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, അതെ കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവവൈതലേ,
ആമേൻ സ്വർഗസ്ഥനായ ആമേൻ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ച ആ കർത്താവിന്റെ പ്രാർത്ഥന ആമേൻ നിറവേറുന്ന കാലഘട്ടമാണ്. എന്താ കാര്യം? ലോകം വഷളത്വം പ്രബലപ്പെട്ട് പ്രായഭേദ്യം എന്നെ എല്ലാവരെയും ദുഷ്ട പിശാച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുമ്പോ അന്നയെ പോലെ സമർപ്പണമുള്ള എന്താ അന്നയുടെ സമർപ്പണം? ആമേൻ ആ വചനം ദുർബലമായിരിക്കുന്ന കാലയളവിൽ, ഹല്ലേലൂയ, വചനം ദുർബലമായിരിക്കുന്ന കാലയളവിൽ, ഹല്ലേലൂയ. ഇന്ന് വചനത്തിന് ദുർബലതയില്ല, പക്ഷെ മായം ചേർക്കാതെ ആമേൻ അത് കൊടുക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ഹല്ലേലൂയ. ആമേൻ ഈ ലോകത്തിലെ കാര്യങ്ങൾ നടന്നു കാണാൻ വേണ്ടി, സാമ്പത്തികമായി ഉയർച്ച പ്രാപിക്കാൻ വേണ്ടി, ശരീര സൗഖ്യത്തിന് വേണ്ടി, ആമേൻ മറ്റ് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആമേൻ ആളുകൾ കൂടുന്നെടുത്ത് വചനത്തെ വളർച്ചൊടിച്ച് അനേകര് അത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിത്യതയെ ലക്ഷ്യമാക്കി പാപത്തെ അത് ബോധ്യപ്പെടുത്തി പാപത്തെ ഉപേക്ഷിച്ച് നിത്യജീവൻ അവകാശിയാകുവാൻ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം തനിമ നഷ്ടപ്പെടാതെ എവിടെയെല്ലാം പ്രസംഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം യേശു മഹത്വപ്പെടും, യേശു ഉയർത്തപ്പെടും. ആമേൻ ജനം വിടുവിക്കപ്പെടും, അവര് നിത്യതയിലെത്തും. അവരിലൂടെ അനേകരിലൂടെ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് രാത്രിയിലും പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇടയാകുമെങ്കിൽ, രോഗികൾ സൗഖ്യമാകുവാൻ ഇടയാകുമെങ്കിൽ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഇടയാകുമെങ്കിൽ ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സഫലമാക്കി തരുന്ന ഒരു സർവശക്തനായ ദൈവത്തെ രുചിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച അഭിഷക്തൻ സങ്കീർത്തനം 20:4 ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. പലരുടെയും ആഗ്രഹം സഫലീകരിക്കപ്പെടാതെ പോയപ്പോ, പലരുടെയും ആഗ്രഹം നിവർത്തിക്കപ്പെടാതെ പോയപ്പോ സ്വയം ആത്മഹത്യ ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടലോകത്ത് തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്ന ആമേൻ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളിൽ രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം, അതേ കുഞ്ഞെ, അതേ മാതാവേ, അതേ പിതാവേ, അതേ അഭിഷക്തനെ, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നിന്റെ തലമുറ ഉയർന്നു വരുന്നത് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിന്നയുള്ള വേദനയുള്ള പഴിയുള്ള ദുഷിയുള്ള പ്രതിയോഗിയുള്ള ഈ ലോകത്ത് അന്നയെ പോലെ ദൈവ സന്നിധിയിൽ കരയുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു സ്വർഗ്ഗം നിന്റെ തലമുറയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ഈ കാലഘട്ടങ്ങളിൽ വെളിപ്പെടുത്തുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിവർത്തിക്കും. ഹല്ലേലൂയ. അവൻ തന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ അധ്യാപനം പോലെയും പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്. ആമേൻ. ദൈവമേ, ആമേൻ, അതേ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണം എന്ന് പറഞ്ഞ പരീക്ഷ എഴുതിയ ആമേൻ ഈ കൈ കൊണ്ട് ജയിക്കാൻ വേണ്ടി എഴുതിയതാണെങ്കിൽ പരാജയപ്പെടത്തില്ലെന്ന്, നീ ജയിക്കുമെന്ന്. ഹല്ലേലൂയ. ഈ കൈ കൊണ്ട് അധ്വാനിച്ച ആ അധ്വാനത്തിന്റെ വേദനം, ആമേൻ, നന്മ നീ ഈ കൈ കൊണ്ട് വാങ്ങി ആമേൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുമെന്ന്. ആമേൻ. നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ആമേൻ ആമേൻ പിശാച് കൊണ്ടുപോയി ആമേൻ തിന്നൂന്നല്ല, ആമേൻ പിശാച് കൊണ്ടുപോയി തകർക്കുന്നല്ല. ആമേൻ. നീ അധ്വാനിച്ച നിന്റെ ശരീരം കൊണ്ട് നീ അധ്വാനിച്ച് ആമേൻ നീ നേടിയ ആമേൻ നന്മ നീയും നിന്റെ കുടുംബവും അനുഭവിക്കുമെന്ന്. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ. ഹല്ലേലൂയ. രാത്രി എത്ര പേർ അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? സത്യവും ശാശ്വതമായ വിജയം നൽകുവാൻ. ഹല്ലേലൂയ. നമ്മുടെ പദ്ധതികളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരണം വരുത്തുവാൻ ആമേൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതേ സ്നേഹിതരെ, അതേ സഹോദരങ്ങളെ, അതേ മാതാവേ, പിതാവേ, ആമേൻ നമ്മുടേതാകുന്ന ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ വിജയം നൽകുവാൻ, ഹല്ലേലൂയ, നമ്മുടെ പദ്ധതികളും പ്രതീക്ഷകളും പൂർത്തീകരിക്കുവാനും അതിന്റെ അവസാനം വരെ നമ്മെ നയിപ്പാനും കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. ഇത് നാം അനുഭവിക്കുവാൻ, ഇത് നാം പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആമേൻ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കും. ആമേൻ.
ഇന്ന് രാത്രി നിന്റെ താല്പര്യമൊക്കെ നിവർത്തിച്ച് കാണണമോ? ഹല്ലേലൂയ. ഒരു വിജയം നിനക്ക് വേണമോ? ഹല്ലേലൂയ. നിന്റെ പദ്ധതികളുടെയും പ്രതീക്ഷകളുടെയും പൂർത്തീകരണം ആമേൻ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കണമോ? ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. സ്വന്തം വിവേകത്തിൽ എന്ത് ചെയ്യരുത്? ഊന്നരുത്. ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ എന്ത് ചെയ്യും? നേരെയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ആമേൻ നമ്മെ നയിക്കുകയാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യനെ നേരോടെ നയിക്കുവാനാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ നാം അവനെ അനുഗമിക്കുമ്പോൾ 3 കാര്യങ്ങൾ, 3 ഘടകങ്ങൾ ആമേൻ വളരെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. 1 പൂർണ്ണമായ വിശ്വാസം. ഹല്ലേലൂയ. 2 സ്വന്തം ജ്ഞാനം ത്യജിക്കുക. ആമേൻ. ഹല്ലേലൂയ. 3 എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ അംഗീകരിക്കുക. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തിൽ ആഗ്രഹം സഫലീകരിക്കപ്പെടണമോ? നിന്റെ എല്ലാ വഴികളിലും നീ ആമേൻ ഉയർച്ച പ്രാപിക്കണമോ? ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം പോലെ നിന്റെ തലമുറകൾ, നിന്റെ ജോലി, നിന്റെ സമസ്ത മേഖലകൾ ആമേൻ അത് ഉയർന്നു വരുന്നത് കാണണമോ? ഹല്ലേലൂയ. 1 വിശ്വാസം ഉണ്ടായിരിക്കണം. 2 സ്വന്തം ജ്ഞാനം. 2-ാമത്തെ അതിന്റെ 13-ാം വാക്യം. അവർക്ക് ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് ഹല്ലേലൂയ നേരെയുള്ള പാത വിട്ടുകളയുകയും. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന്. അപ്പോ ഇരുട്ടിന്റെ വഴി. ഹല്ലേലൂയ. ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും. ഇരുട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദോഷം ചെയ്യുന്നവരാണ്. കണ്ട അവരുടെ സന്തോഷം എന്തിനാ? ദോഷപ്രവൃത്തിയില. അയൽവക്കക്കാർക്കെതിരെ പാര വെക്കുക, അയൽവക്കത്തെക്കാരന്റെ ഉയർച്ച കാണുമ്പോൾ അസൂയപ്പെടുക, അവന്റെ ബിസിനസിനെ ഇല്ലാതാക്കുക, അവന്റെ ശുശ്രൂഷ ഇല്ലാതാക്കുക, അവന്റെ കുടുംബത്തെ തകർക്കുക, അവന്റെ നന്മയെ അപഹരിക്കുക. ഇതാണ് ഇരുട്ടിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരുടെ സന്തോഷം. ദുഷ്ടന്റെ വികടങ്ങളിൽ ആനന്ദം. കണ്ടോ? അപ്പോ ഇരുട്ടുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നവന്റെ സന്തോഷവും ആനന്ദവും അങ്ങനെയാണ്. നമ്മൾ കാണാറില്ലേ? ഇരുട്ടിന്റെ മറവിൽ മദ്യപിച്ച് കുടുംബത്തിൽ ആമേൻ അതെ വഷളത്വം പ്രവർത്തിക്കുന്നവര്, ഭവനത്തെ വിറ്റ് മുടിച്ച് തുലയ്ക്കുന്നവര്, വീട്ടിലുള്ള വസ്തുവകകളെ നശിപ്പിക്കുന്നവര്, ആമേൻ സൽപ്പേരെ ഇല്ലാതാക്കുന്നവര്, ഇവരൊക്കെയും ഇരുട്ടിന്റെ വഴികളിൽ സഞ്ചരിക്കുന്നവരാണ്. അവര് ദുഷ്ടന്മാരാണ്, അവര് മോശന്മാരാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 1 ഇങ്ങനെ ഭക്തൻ എഴുതിയത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, ദുഷ്ടനുമായിട്ട് യാതൊരു ഇടപാടും വേണ്ട. ഹല്ലേലൂയ. ആമേൻ. അവൻ മോക്ഷത്വം കാണിക്കുന്നവനാണ്. അവൻ ഇരുട്ടിന്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് അസൂയ കാണിക്കുന്നവനാണ്. അവൻ കുശുമ്പുള്ളവനാണ്. അവൻ മറ്റുള്ളവരുടെ നന്മ കാണുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല, മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി ചിന്തിക്കുന്നവരാണ്. അടുത്തത് അവര് വളഞ്ഞ വഴിക്ക് പോകുന്നവരാണ്. ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. അപ്പോ നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തി ജീവിതങ്ങളെ നാം വിലയിരുത്തുമ്പോൾ അവരുടെ സംസാരം, അവരുടെ ഇടപാട്, അവരുടെ പ്രവൃത്തി, അവരുടേതാകുന്ന സമസ്ത മേഖലകളിൽ അവർ എപ്രകാരം സഞ്ചരിക്കുന്നവരാണെന്ന്, അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരാണെങ്കിൽ ഹല്ലേലൂയ അവർ ഇരുട്ടിന്റെ മക്കളാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ആമേൻ സാത്താൻ ഹല്ലേലൂയ അതെ ഈ ഇരുളിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഈവിൽ സ്പിരിറ്റ് അവരെ നയിക്കുന്നത് പൈശാചിക ആത്മാവാണ്. ഹല്ലേലൂയ. മദ്യപിച്ച് അപ്പനെ അമ്മയും സഹോദരങ്ങളെയും ആമേൻ ഉപദ്രവിക്കുന്ന, ആമേൻ ഭാര്യയെ ഉപദ്രവിക്കുന്ന മദ്യാസക്തിയുടെ പുറകിൽ വ്യാപരിക്കുന്ന ഇരുളിന്റെ ആത്മാവ്. ഹല്ലേലൂയ. അതിനകത്താണ് അവർക്ക് സന്തോഷം. ആമേൻ. അപ്പനും മക്കളും കൂടെയിരുന്ന് മദ്യപിച്ച് അതിനകത്ത് സന്തോഷിക്കുന്ന ആമേൻ വ്യക്തി ജീവിതത്തെ നയിക്കുന്നത് ഇരുട്ടിന്റെ ആത്മാവാണ്. അവർ ഇരുട്ടിന്റെ വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും. പിന്നെ അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ആമേൻ
ഓക്കെ, ആമേൻ. ഇടർച്ച, ഹല്ലേലൂയ. ഒന്ന് ഇരുട്ടിന്റെ വഴികൾ, ആമേൻ. ഇനി നാം ആ മേഖലയിൽ കാണുവാൻ കഴിയുന്നത് ഇടർച്ച. ഇങ്ങനെയുള്ളവര് എല്ലാവർക്കും ഇടർച്ച ഉണ്ടാക്കുന്നവരായിരിക്കും. വീട്ടിലും നാട്ടിലും സമൂഹത്തിലും ഇടർച്ച ഉണ്ടായിരിക്കുന്നവരായിരിക്കും. 4-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ, ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. ആമേൻ. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. അപ്പൊ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, ആമേൻ, അവൻ അതെ കുലുങ്ങിപ്പോകാതെ, അവൻ തകർന്നു പോകാതെ, അവന് വിശാലത നൽകി, അവന് ഉയർച്ച നൽകി, അവനെ മാനിക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവവൈദ്യൻ പരാജയപ്പെടുകയല്ല, അവൻ ഉയർന്നു വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. 11-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില്, നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ എന്ത് ചെയ്യും? ചൊവ്വാക്കും. ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണു പോകും. ഇന്ന് ലോകത്തിൽ മണിസൗധങ്ങൾ കെട്ടിയുണ്ടാക്കി, ആമേൻ, മട്ടുപ്പാവ് കണക്കിന് ഉയർത്തിക്കെട്ടിയ വീടിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ട് പലരും വീട് കൊണ്ടിരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? അവരൊക്കെ സന്തോഷിക്കാൻ വേണ്ടി കല്യാണമായാലും ബർത്ത്ഡേ ആയാലും മരണമായാലും മദ്യം, ഹല്ലേലൂയ, മനുഷ്യനെ മതോമത്തനാക്കി മാറ്റുന്ന അവൻ മദ്യം, ഹല്ലേലൂയ, ഇതില്ലെങ്കിൽ പിന്നെ അവർക്ക് ആഘോഷമില്ല, ഇതില്ലെങ്കിൽ പിന്നെ അവർക്ക് സന്തോഷമില്ല. ആമേൻ. മോശത്വം, ആമേൻ, വിഡ്ഢിത്തം, ഇരുളിന്റെ മറവിൽ ആയിരിക്കുന്ന വ്യക്തികൾ, ഹല്ലേലൂയ, ആമേൻ, ഇതിൽ എൻജോയ് ചെയ്യുമ്പോൾ, ഇതിൽ സന്തോഷിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുന്നില്ല ഇത് അവന്റെ ശരീരത്തെ എന്ത് ചെയ്യാണ്? നശിപ്പിക്കുക. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി വെളിയിൽ ചെന്നപ്പോ, ആമേൻ, ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ഒരു ബാർബർ, ചെറുപ്പക്കാരൻ എന്ന് പറയാൻ ഒക്കത്തിലെ മധ്യവയസ്കൻ, അവൻ ഈ അടുത്ത ദിവസം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ കരട് പോയി, അദ്ദേഹത്തിന്റെ കൂമ്പ് പോയി, അദ്ദേഹത്തിന്റെ ഹാർട്ട് പോയി, അദ്ദേഹത്തിന്റെ കിഡ്നി പോയി, ഇനി പോകാനൊന്നുമില്ല, എല്ലാം പോയി. എങ്ങനെ പോയി? ആമേൻ. അദ്ദേഹം മദ്യം വാങ്ങിയിരുന്നു. ആമേൻ. ആമേൻ. മദ്യം കഴിക്കരുതെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അന്ന് ഏറ്റവും അധികം കൂടി. അങ്ങനെ ആരെയും അംഗീകരിക്കാതെ ആമേൻ ഉണ്ടാക്കുന്ന കാശിന് കുടിച്ച് അവസാനം ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഈ പുറമേയുള്ള ഈ ബോഡി മാത്രമേ ഉള്ളൂ, അകത്തൊന്നുമില്ല. ഹല്ലേലൂയ. ലക്ഷങ്ങൾ മുടക്കി നോക്കി. ആമേൻ. സമ്പാദിച്ച പണം മുഴുവൻ ഏതാണ്ട് 10-20 ദിവസം കൊണ്ട് ചെലവഴിച്ചു. പക്ഷേ ആളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സ്നേഹിത, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഹല്ലേലൂയ. ആമേൻ. അത് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയിൽ തകർക്കും. അതുകൊണ്ട് ദുഷ്ടൻ ആനന്ദിക്കുന്ന, ആമേൻ, അതേ വസ്തുവാണ് മദ്യം. ഹല്ലേലൂയ. നീ ഒരു ദുഷ്ടനാണെങ്കിൽ അതിൽ സന്തോഷിച്ചോ. നീ ഒരു നിഷ്കളങ്കനായി, നീ ഒരു നീതിമാനായി, ആമേൻ, ജീവിക്കുവാൻ സമർപ്പിക്കപ്പെട്ട യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ നീതിയിലും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിലും സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ചവരാ ദൈവമക്കൾ. ആരും അത് ഉപയോഗിക്കാറില്ല. ഹല്ലേലൂയ. കാരണം അവർ സത്യവചന പ്രകാരം ജീവിക്കുന്നവരാണ്. ഹല്ലേലൂയ. അതെ, നിഷ്കളങ്കന്റെ നീതി അവന്റെ വഴിയെ ചൊവ്വാക്കും, ദുഷ്ടനോ തന്റെ ദുഷ്ടത കൊണ്ട് വീണു പോകും. ഹല്ലേലൂയ. അതെ, വിഡ്ഢിത്തം. എന്താ വിഡ്ഢിത്തം? ബോഷത്വം ബുദ്ധിഹീനന് സന്തോഷം. വിഡ്ഢി, ഇവനെ പോലൊരു വിഡ്ഢി ലോകത്തിൽ വേറെ ഇല്ല. ബോഷത്വം, ബുദ്ധിഹീനന് സന്തോഷം. അപ്പൊ ബുദ്ധിഹീനതയിൽ സന്തോഷിക്കുവാൻ വ്യഗ്രത കാണിക്കുന്നവനെ സത്യവേദ പുസ്തകം അത് പറയുന്നത് അവൻ വിഡ്ഢിയാണെന്ന്. അതെ, അവൻ എത്ര ജ്ഞാനമുണ്ടെങ്കിലും, അവൻ എത്ര കഴിവുണ്ടെങ്കിലും, അവൻ എത്ര പണമുണ്ടെങ്കിലും അവൻ വിഡ്ഢിയ. ഹല്ലേലൂയ. എന്നാൽ വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മദ്യമകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവന് ഭയങ്കര സന്തോഷമാണ്. ആമേൻ. അങ്ങനെയുള്ളവരെ ആമേൻ ബുദ്ധിഹീന സന്തോഷം ലഭിക്കത്തക്ക വിധത്തിൽ ബോധമായത്. അതായത് നമ്മുടെ വീട്ടിലെ നായ, പൂച്ച, അല്ലെ, ഈ വീട്ടില് പാല് വെച്ച അതിനെ തട്ടിയിട്ട് കുടിക്കാൻ നോക്കുന്ന ആളാരാ? പൂച്ച, അല്ലെ? വീട്ടില് പൂച്ച ഉണ്ടെങ്കിൽ നല്ല ബീഫ് ഫ്രൈയോ, ആമേൻ, ചിക്കൻ ഫ്രൈയോ, ചിക്കൻ കറിയൊക്കെ വെച്ച് വേണ്ടും പോലെ മൂടി വെച്ചില്ലെങ്കിൽ അടുത്ത വീട്ടിലെ പൂച്ച വന്ന് ചെയ്യും, അടിച്ചിട്ട് പോകും, അല്ലെ? അപ്പൊ പൂച്ചയുടെ സ്വഭാവമാണ് പാല് തട്ടിയിട്ട് കുടിക്കുക.
പട്ടി നല്ല പട്ടിയൊക്കെ അല്ലെങ്കിൽ വീട്ടിന്റെ അകത്ത് കയറി കറിപ്പാത്രമൊക്കെ തട്ടി എടുത്ത് അടിച്ചു മാറ്റും അല്ലേ? അപ്പൊ നോക്കിക്കേ, അപ്പൊ പൂച്ചയ്ക്കും പട്ടിക്കും എന്താ വേണ്ടത്? പാലാണ് വേണ്ടത്. എന്താ വേണ്ടത്? ചിക്കൻ ആയാലും വേണ്ടില്ല, മട്ടൺ ആയാലും വേണ്ടില്ല, ബീഫ് ആയാലും വേണ്ടില്ല. എന്നാ നായയുടെ അത്ര പോലും എവിടെയെങ്കിലും ഒരു മദ്യക്കുപ്പി വെച്ചിട്ട് പോയാൽ ഏതെങ്കിലും പട്ടി വന്നെടുത്ത് കുടിച്ചത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പറമ്പിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പാടത്ത് മദ്യക്കുപ്പി വെച്ചിട്ട് പോയാൽ ഏതെങ്കിലും പൂച്ച വന്നിട്ട് കുടിച്ചിട്ട് പോയത് കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും കള്ള് ഷാപ്പിന്റെ അകത്ത് കയറി ഒരു കുപ്പി വരട്ടേന്ന്, ഒരു കപ്പ് വരട്ടേന്ന് ഏതെങ്കിലും തെരുവ് നായി പറഞ്ഞിട്ടുണ്ടോ? ബുദ്ധിയും വിവേകവും ജ്ഞാനവും സൗന്ദര്യവും കഴിവുമുള്ള മനുഷ്യൻ അന്തസ്സായി ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള കാറുമായി അത് ലിവറേജിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് അത് മൃഗത്തിന് വേണ്ടാത്തത്, പട്ടിക്ക് വേണ്ടാത്തത്, നായിക്ക് വേണ്ടാത്തത് അതെ ഉണ്ടാക്കിയ കാശ് കൊടുത്ത് മേടിച്ച് കുടിച്ചിട്ട് അമ്മയെ അല്ല സ്വന്തം മക്കളെ ആരും കൊല ചെയ്യാൻ, വെട്ടി നശിപ്പിക്കാൻ ഒക്കെ ഒരു മനുഷ്യനെ അവന്റെ മൈൻഡിനെ തിരിക്കുന്ന അതിന് ഉത്തേജനം കൊടുക്കുന്ന അല്ലെ, രണ്ട് വിട്ടാലേ ഇതൊക്കെ നടക്കത്തുള്ളെന്ന് ചിന്തിക്കുന്നവരോട് ഹല്ലേലൂയ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായ അവൻ നശിച്ചു പോകുന്ന മൃഗത്തിന് സമാനം. വിവരമുണ്ട്, ജ്ഞാനമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, പണമുണ്ട്, കഴിവുണ്ട് എന്നൊക്കെ അഹങ്കാരത്തോടെ പറയുന്ന ബുദ്ധിജീവികൾ എന്ന് പറയുന്ന പകൽമാന്യന്മാർ പകല് കണ്ടു കഴിഞ്ഞാൽ വെള്ള ഷർട്ട് അല്ല ഉടയാത്ത വസ്ത്രവും അയ്യോ പകല് എന്തോ ഡീസന്റാ, സന്ധ്യയാവുമ്പോ വീട്ടിനകത്തായാലും വേണ്ടില്ല, ഷട്ടർ തത്തിട്ടായാലും വേണ്ടില്ല, അതെ പുരയിടത്തിലായാലും വേണ്ടില്ല, ഗൾഫിലായാലും വേണ്ടില്ല. നായിക്ക് വേണ്ടാത്തത്, പൂച്ചയ്ക്ക് വേണ്ടാത്തത്, ഏതെങ്കിലും വീട്ടിലെ പൂച്ച ഫ്രിഡ്ജിനകത്തിരിക്കുന്ന മദ്യം കുടിച്ചത് കേട്ടിട്ടുണ്ടോ? അല്ല, ഏതെങ്കിലും മൂലയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എടുത്ത് അടിച്ചു മാറ്റിന്ന് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ബോധം ബുദ്ധിഹീനന് സന്തോഷം, വിവേകിയോ ചൊവ്വായി നടക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചൊവ്വായി നടക്കുവാൻ, ഒരു മനുഷ്യനെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുവാൻ ഉലകത്തിൽ പിതാവായ ദൈവം അയച്ച ലോക രക്ഷകനായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ദൈവവൈതലേ നിത്യമായ സമാധാനം, നിത്യമായ സന്തോഷം അനുഭവം ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യത്തിൽ ഈ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ പോഷകന്മാരെ കൊണ്ട്, വ്യക്തികളെ കൊണ്ട്, അജ്ഞാനികളായി നടക്കുന്ന അനേകരെ കൊണ്ട് വഷളത്വം ഇവിടെ പ്രബലപ്പെട്ട് തലമുറകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ഭക്തൻ ഇങ്ങനെ നിലവിളിച്ചു പറഞ്ഞു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളവരുടെ നടുവില് ലോകത്തിന്റെ വെളിച്ചമായ രക്ഷകനായ ദൈവം ആരെന്ന് ഞാൻ അറിഞ്ഞതുകൊണ്ട് ഭയം കൂടാതെ ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിച്ചു. ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഹല്ലേലൂയ. മദ്യപിച്ച് മതോമത്തനായി വെല്ലുവിളിക്കുന്ന, കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന, നിന്റെ തകർച്ച കാണുവാനായിട്ട് ദുഷ്ടന്മാര് പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദുഷ്ട ലോകത്ത് ദൈവമൈതലേ, നമ്മൾ ഓരോ ദിവസവും കാണുന്നതെന്താ? ഭീഷണിയുടെ മുമ്പിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ ആരാ തയ്യാറാകുന്നത്? ഭയമുള്ളവരാണ്. അതിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഒരു ദൈവ പൈതല് ഭീഷണിയുടെ മുമ്പില്, വെല്ലുവിളിയുടെ മുമ്പില് തകർന്നു പോകത്തില്ല. കാരണം അവരിൽ ഉള്ളവനേക്കാൾ വലിയവൻ അകത്തുണ്ടെന്ന് വിശ്വസിക്കുന്നവരാ ദൈവമക്കൾ. വിശ്വസിക്കുന്നവർക്ക് അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവിനെ അവരുടെ അകത്ത് നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രി ആത്മാവിനെ അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താണ്. നാം എല്ലാവരും നേരായ വഴി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നേരായ വഴി സമഗ്രതയുടെയും
ഉള്ളതിന്റെയും ആമേൻ ഒരു മാർഗമാണ്. ഹല്ലേലൂയ. ഇത് ദൈവ അനുഗ്രഹം നിറഞ്ഞ ഒരു മാർഗമാണ്. ഹല്ലേലൂയ. ശരിയായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരേ ഒരു മാർഗമാണിത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിപ്പാൻ തക്കവണ്ണം ഇടയാകട്ടെ. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ആമേൻ സമന്വയിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുവാനുള്ള ഏക മാർഗമാണിത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഹല്ലേലൂയ ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ നിത്യജീവൻ അവകാശിയാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ പ്രവൃത്തികളോ പദ്ധതികളോ നിങ്ങൾ പ്രാർത്ഥനയിൽ ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ അവ ആമേൻ നേടുവാൻ തക്കവണ്ണം ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ആമേൻ അതേ പ്രതിബദ്ധതകളുടെ നടുവിൽ ആമേൻ പരാജയപ്പെട്ടു പോകാതിരിക്കുവാൻ ആമേൻ നിങ്ങളോട് കൂടെ ഇരുന്ന് നിങ്ങളുടെ സമസ്ത മേഖലകളിൽ നിങ്ങൾ ഉയർന്നു വരത്തക്ക വിധത്തിൽ സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ നീക്കുവാനും തക്കവണ്ണം ഇടയായി തീരും. ഓ സന്തോഷമുള്ളവർ, വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അതേ പരാജയത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുവാൻ ഇടയാകുന്ന സകല മോക്ഷത്തിൽ നിന്നും സകല ക്രമക്കേടിൽ നിന്നും ഹല്ലേലൂയ പാപ വഴികളിൽ നിന്നും ഒഴിഞ്ഞു ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. നാം എടുക്കുന്ന ഓരോ തീരുമാനത്തിന്റെയും ഭാഗമാകുവാൻ ഹല്ലേലൂയ യേശു ക്രിസ്തു ആഗ്രഹിക്കുക. അങ്ങനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ ശരിയായ സ്ഥാനം ഹല്ലേലൂയ അതെ അലങ്കരിച്ചുകൊണ്ട് ദൈവപ്രവൃത്തി അതെ നാം ആയിരിക്കുന്ന ഭവനത്തിൽ നാം ആയിരിക്കുന്ന രാജ്യത്തിൽ ദേശത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തരാണ്. അതുകൊണ്ടാണ് നമ്മോടൊപ്പം എന്നേക്കും വസിക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ. വേഗം വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യത്തിന് എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പ്രിയമുള്ളവരെ, ഈ ഭൂമിയില് സകല സത്യത്തിലും സകല നേരായ പാതയിലും ഒരു മനുഷ്യന് സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് സത്യത്തിന്റെ ആത്മാവിനെ നമ്മോട് കൂടെ ഇരിക്കുവാനായിരിക്കും. ഹല്ലേലൂയ. അതിന്റെ 1-ാം വാക്യം, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതൽ ഇവിടെ ഒറ്റയ്ക്കല്ല, അവനോട് കൂടെ ഇരിക്കേണ്ടതിന് തന്റെ ആത്മാവിനെ പിതാവായ ദൈവം അയച്ചിട്ടുണ്ട്. അത് അനുഭവിപ്പാൻ കൃപ ലഭിച്ചവരാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ശിക്ഷ വിധിക്കുന്നവരാ യേശു ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ശിക്ഷ വിധിക്കുന്നവനാരാ? ഹല്ലേലൂയ. ആമേൻ. പിതാവായ ദൈവം തന്റെ പുത്രനിലൂടെ വിലയ്ക്ക് വാങ്ങി ആമേൻ ദൈവരാജ്യത്തിന് അവകാശിയായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, നിന്നെ കുറ്റം പറയുന്നവര് അവിടെ ഇരുന്ന് കുറ്റം പറയട്ടെ, നിന്നെ വിധിക്കുന്നവർ വിധിച്ചുകൊണ്ടിരിക്കട്ടെ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഇന്ന് രാത്രി നിന്നെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരേ ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അതേ കാര്യസ്ഥൻ വളരെ വിശാലമായ അർത്ഥമുള്ള ആമേൻ ഒരു പദമാണ് പരിശുദ്ധാത്മാവിന് നൽകിയത്. കാര്യസ്ഥൻ. ഹല്ലേലൂയ. സഹായിയായി കൂടെ നിൽക്കുന്നവൻ. ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ 2021-ൽ കൂടെ നിൽക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുവാൻ പിശാചിന്റെ അകത്ത് മന്ത്രിക്കുമ്പോ പിശാചെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൂടെ ആയിരിക്കുവാൻ ആമേൻ ദൈവ പൈതൽ എന്ന നിലയിൽ അവിടുത്തെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ആമേൻ എന്നെ വേർതിരിച്ചിരിക്കുന്ന സർവശക്തനായ ദൈവം എന്നോട് കൂടെ ആയിരിക്കാൻ അയച്ചിരിക്കുന്ന ആത്മാവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ആത്മാവിന്റെ കൂടെയുണ്ട്. നിയമപരമായ കാര്യങ്ങളിൽ സഹായിക്കുന്നവൻ
നിയമം ലംഘിക്കുന്നവരെ സഹായിക്കാനല്ല, നിയമപരമായി ജീവിക്കുന്ന, നിയമപരമായി എന്ന് പറഞ്ഞ നീതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. മധ്യസ്ഥൻ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ ശത്രുവായവൻ കൊണ്ടുവന്ന് നിരത്തുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ അത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുവാനല്ല, നീതിയോടെ മധ്യസ്ഥനായി വാദിച്ച് ജയം നൽകി തരുവാൻ കാര്യസ്ഥനായ ഒരാത്മാവിനെ ദൈവസഭയ്ക്ക് ദൈവം പകർന്നിട്ടുണ്ട്. ദൈവസഭയുടെ അംഗമായി ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമായി തന്നെ ഈ 21-ാം നൂറ്റാണ്ടിൽ നീ പരാജയപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യനായി ജീവിക്കുവാനല്ല ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. അവന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി ഒരു ദൈവമൈതലാക്കി മാറ്റിയത്. ഹല്ലേലൂയ, ആമേൻ. അതെ, പ്രതിരോധം, ആമേൻ. പ്രതിരോധമില്ലാത്തത് കൊണ്ട് ആന്റിബയോട്ടിക് എടുത്ത്, ആമേൻ, പകർച്ചവ്യാധികളെ, ആമേൻ, അത് തരണം ചെയ്ത് ജീവിക്കുവാൻ ബന്ധപ്പെടുന്ന ലോകജനതയുടെ നടുവിൽ, ഹല്ലേലൂയ, ആത്മാവിനെ പ്രാപിച്ച് ദൈവത്തിന്റെ മന്ദിരമായി മാറിയ ദൈവത്തിന്റെ പൈതലെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, കളങ്കമേശാതെ ജീവിക്കുന്ന ഒരു മണവാട്ടിയായ സഭയായി നീ ജീവിക്കാമെങ്കിൽ നിന്റെ ശരീരം എനർജി പ്രാപിച്ചുകൊണ്ടിരിക്കും, പ്രതിരോധ ശക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം 33 തിരുവയസ്സ് പ്രായമുള്ളവന്റെ രക്തമത്രേ നിന്നിൽ, ആമേൻ, വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ രക്തം കൊണ്ടത്രേ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. അവന്റെ അരിപ്പിണലുകളാ സൗഖ്യം വന്നിരിക്കുകയാ. ആമേൻ. ലോകത്തിൽ സംഭവിക്കുന്നത് നിനക്ക് സംഭവിക്കാതിരിക്കുവാൻ നീ വിശുദ്ധനായി ജീവിക്കുവാൻ തയ്യാറാകണം. വിശുദ്ധി പ്രസംഗിച്ചത് കൊണ്ടായില്ല, വിശുദ്ധി പഠിപ്പിച്ചത് കൊണ്ടായില്ല, ആമേൻ. വിശുദ്ധി നിന്റെ ജീവിതത്തിൽ നീ നിലനിർത്തുവാൻ തയ്യാറായ, ഹല്ലേലൂയ, ആമേൻ, ഒരു ഭാവിയും നിന്റെ കൂടാരത്തിന് അടുക്കാതെ കണ്ട്, ഒരു ദോഷവും നിനക്ക് തട്ടാതെ കണ്ട്, ആമേൻ, നിന്നെ സൂക്ഷിപ്പാൻ ദൈവം ശക്തരാണ്. ഹല്ലേലൂയ. തീർക്കുന്ന നിലയിൽ പ്രവർത്തിക്കുന്നവർ എന്നെല്ലാം അർത്ഥം, ഹല്ലേലൂയ, ഈ കാര്യസ്ഥൻ എന്ന വാക്കിലുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പുതിയ നിയമത്തിൽ, ആമേൻ, ഈ വാക്കുകൾ പല നിലകളിൽ, ആമേൻ, വ്യാഖ്യാനിച്ച് അപ്പോസ്തലന്മാർ ലേഖനം എഴുതിയപ്പോൾ എഴുതിയതായി കാണുവാൻ കഴിയും. സ്നേഹിതനെന്നും ഉപദേശകനെന്നും ആശ്വാസദായകനെന്നും വിശ്വാസികൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ആലോചന നൽകുന്നവനെന്നും അവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുന്നവൻ എന്നെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. യേശു പരിശുദ്ധാത്മാവിനെ മറ്റൊരു ആശ്വാസപ്രദനെന്ന് വിളിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ആമേൻ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും. ഹല്ലേലൂയ. അത്ഭുത മന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്നത്, ആമേൻ, അവനെ പോലെ മറ്റൊരാളെ അയക്കുമെന്ന് പറയുന്നു. ഹല്ലേലൂയ. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വാക്കുകൾ കേട്ട ശിഷ്യന്മാർ അതിന്റെ നിവൃത്തി പദത്തിലേക്ക് എത്തുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വരുവനായ ദൈവത്തിന്റെ കര ചരിപ്പാൻ തക്കവണ്ണം ഇടയായി. കേട്ട ദൂത് നിറവേറുവാൻ പെന്തക്കോസ്ത് നാൾ വന്നപ്പോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇന്ന് രാത്രി വാഗ്ദത്തം കേട്ട ദൈവമക്കൾ എവിടെ ഒരുമനപ്പെട്ട് ഏകാഗ്രതയോടെ ഇരിക്കുന്നുവോ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കും പോലെ ആകാശത്തിൽ നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. മദ്യപിക്കുവാൻ
അതെ യൗവനക്കാർ കൂട്ടം കൂടി ഇരിക്കാറുണ്ട്. ആമേൻ. പാപ സ്വഭാവം അതെ ചീട്ട് കളിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ട്. കൊലപാതകത്തിന് വേണ്ടി സംഘടിക്കാറുണ്ട്. പിടിച്ചു പറിക്കുവാൻ സംഘടിക്കാറുണ്ട്. എന്നാൽ അനീതിയിൽ സന്തോഷിക്കുന്നവരല്ല ദൈവമക്കൾ. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന അരുമനാഥനായ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച ഒരു കൂട്ടം ശിഷ്യന്മാർ കൂടിയിരുന്നെടുത്ത് അന്റെ കാലത്ത് പകരുമെന്ന് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുവാൻ ദൈവം ശക്തനായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരുമനപ്പെട്ടിരിക്കുന്ന കുടുംബമേ, നിന്നെ ചലിപ്പിക്കുവാൻ കഴിയുന്ന ഉയരത്തിൽ അഭിഷേകം, നിന്നെ ജ്ഞാനിയാക്കുന്ന, നിന്നെ ഉയർത്തുന്ന, നിന്റെ ഭാവിയെ ധന്യമാക്കി തീർക്കുന്ന നിത്യത നിനക്ക് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നീ സിഗ്നേച്ചറായി മാറുകയാ, നീ വിറ്റ്നസ് ആയി മാറുകയാ, നീ ഒരു അത്ഭുതമായി മാറുകയാ, നീ ഒരു സാക്ഷ്യമായി മാറുകയാ. നിന്റെ ദേശത്ത്, നിന്റെ രാജ്യത്തില്, നിന്റെ ഭവനത്തില്, നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തില് നീ ഒരു സാക്ഷ്യമായി മാറാൻ പോകുക. ഇന്ന് രാത്രി ഒരുമനപ്പെട്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിച്ച് അവന്റെ വഴികളെ അവനെ ഭരമേൽപ്പിക്കുന്ന ഒരു ദൈവ പൈതലായി ഒരു വ്യക്തിത്വത്തിനുടമയായി നീ മാറുകയാണെങ്കിൽ നിശ്ചയമായും നീ കൃതാർത്ഥനായി നീ ചെയ്യുന്നതൊക്കെ സാധിക്കത്തക്ക വിധത്തിൽ വലിയ സന്തോഷത്തിനുടമയായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. അത് അഗ്നിജാലം പോലെ പുലർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവർ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരാൽ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഒരു ആത്മീയ ഭാഷയ ആമേൻ, ദൈവിക ഭാഷ. അവർ ദൈവത്തോട് സംസാരിക്കുകയാ. അതെ, അസഭ്യം പറയുന്നവരെ പോലെ അസഭ്യങ്ങൾ പറഞ്ഞ് കേൾക്കുന്നവർക്ക് മുറിവേൽക്കുന്ന വിധത്തിൽ ജീവിക്കുകയല്ല, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്ക വിധത്തിൽ, കേൾക്കുന്നവർ ശക്തിപ്പെടുത്തക്ക വിധത്തിൽ, കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടത്തക്ക വിധത്തിൽ ആത്മാവിൽ നിറഞ്ഞ അഭിഷേകത്തോടെ ദൈവിക ദൂതുകൾ വിളിച്ചു പറയുന്ന കൂട്ടര ദൈവ മക്കൾ. ഹല്ലേലൂയ. അതിനാൽ ആമേൻ, ഇന്ന് രാത്രി ഈ ആശ്വാസ വിശ്വാസികളുടെ ഈ ദിവ്യ സ്നേഹിതൻ എന്ന് അവരോട് കൂടെ ഉണ്ടായിരിക്കും. ആമേൻ. അവൻ ഒരിക്കലും അവരെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. അതിനാൽ ഹല്ലേലൂയ, നമ്മുടെ ചിന്തകളിലും ഹല്ലേലൂയ തീരുമാനങ്ങളിലും ആമേൻ തിരഞ്ഞെടുപ്പുകളിലും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ആമേൻ പരിശുദ്ധാത്മാവിനെ ഉൾപ്പെടുത്താം. ഹല്ലേലൂയ. തീർച്ചയായും നാം വിജയിക്കും. ശരിയായ ചിന്തകളോടെയാണ് അത് വിജയം ആരംഭിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും ദിവ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ആയതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീ. ഹല്ലേലൂയ. അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീ. ആമേൻ. നമ്മുടെ മനസ്സും ചിന്തകളും ആത്മീയ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ഹല്ലേലൂയ. ആമേൻ. വലിയ അളവ് വരെ ആമേൻ അവ നമ്മുടെ പ്രവർത്തനങ്ങളെ എന്ത് ചെയ്യും? സ്വാധീനിക്കും. ഹല്ലേലൂയ. സ്വാധീനിക്കും. ആമേൻ. അതുകൊണ്ട് വിശ്വാസികൾ പുതുക്കം പ്രാപിച്ച് ആമേൻ ഓരോ ദിവസവും മനസ്സ് പുതുക്കി എന്ത് ചെയ്യണം? ജീവിക്കുവാൻ തയ്യാറാകണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിലൂടെ ആത്മാവിൽ നിറഞ്ഞ് ഇങ്ങനെ എഴുതിയത്, ഈ ലോകത്തിനനുഭവം മറയ്ക്കാൻ വേണ്ടി ആമേൻ സത്യാഗ്രഹം ചെയ്ത് ആമേൻ മാറി ചെത്തി ഇട്ടുകൊടുത്ത് ആമേൻ ആ വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞ മാറി മറച്ച് നടക്കാനുള്ള ആ അന്നത്തെ ആമേൻ സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ടായിട്ട് ആമേൻ അതിനുവേണ്ടി സന്ധിയില്ല സമരം നടത്തി ആമേൻ മാറി മറിച്ച് നടക്കാൻ സമർപ്പിക്കപ്പെട്ട അമ്മച്ചിമാരുണ്ടായിരുന്ന സഹോദരിമാരുണ്ടായിരുന്ന ഈ ലോകത്ത് ഇന്ന് എത്രത്തോളം മാറി കാണിക്കാമോ, എത്രത്തോളം വയറ് കാണിക്കാമോ, എത്രത്തോളം ശരീരത്തിന്റെ ഭാഗം കാണിക്കാമോ എന്ന് ചിന്തിച്ച് വർഷത്വം പ്രബലപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന യൗവനക്കാരുകളും ആമേൻ അതെ തലമുറകളും ആമേൻ അതെ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോ ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ ലോകത്തിന് അനുരൂപമാകാതെ ആമേൻ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇത് ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമാ. ഇന്ന് ദൈവസഭയ്ക്കകത്ത് പ്രസംഗിക്കുന്നവർ പോലും, ദൈവസഭയ്ക്കകത്ത് ശുശ്രൂഷിക്കുന്നവർ പോലും ആമേൻ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കാതെ കണ്ട് മോഡേൺ ആമേൻ അതെ താരങ്ങളെ പോലെ, മോഡേൺ ആമേൻ അതെ തലമുറകളെ പോലെ, മോഡേൺ ആമേൻ അതെ അതെ സീരിയലുകളിൽ അതെ സിനിമകളിൽ അതെ കാണുന്നവരെ പോലെ പ്രസംഗവേദി
ടിവിയിലും ആമേൻ അതെ ലൈവിലും അതെ ആമേൻ സൂമിലും ആമേൻ ഒക്കെ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഈ ലോകത്തിന് എന്ത് ചെയ്യരുത്, അനുരൂപമാകരുത്, നിന്റെ വേഷം കൊണ്ടാകരുതെന്ന്, നിന്റെ പ്രവൃത്തി കൊണ്ടാകരുതെന്ന്. ഇന്നത്തെ നിന്റെ പ്രവർത്തനത്തിന്റെ ശൈലി എങ്ങനെയാ? ലോകത്തോട് ഇടകി ചേർന്നിട്ടല്ലേ ആമേൻ സമുദായക്കാർ ആമേൻ കൊട്ടിപ്പാടി ക്രിസ്മസ് ദിവസം കരോള് പോകുന്നത് പോലെ കരോള് ഇല്ലെന്നല്ലേ ഉള്ളൂ. ആമേൻ അതേ ഓഡിറ്റോറിയം ആയാലും അതേ ചർച്ച ആയാലും അന്നേ ദിവസം വേഷങ്ങൾ ഇട്ടുകൊണ്ട് ആടിപ്പാടി ആഘോഷിക്കുന്ന ഒരു കൂട്ടരെ കണ്ടുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപമാകരുത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ആമേൻ ലോകത്തോടല്ല, ദൈവസഭയിലായിരിക്കുന്ന ആമേൻ സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരോടാ. വിശുദ്ധന്മാരെന്ന് പറഞ്ഞ് അശുദ്ധന്മാരെ പോലെ ആമേൻ പതിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ തലമുറയെ നോക്കിക്കൊണ്ട് ആത്മഭാരത്തോടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ എഴുതിയ വചനം ഇന്ന് രാത്രി വിളിച്ചു പറയുമ്പോൾ അവർ സ്വർഗീയ കാര്യങ്ങളിൽ തങ്ങളുടെ ചിന്തകളെ എന്ത് ചെയ്യണം, കേന്ദ്രീകരിക്കണം. ഹല്ലേലൂയ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതെന്ന് ചിന്തിപ്പീൻ. ഹല്ലേലൂയ. ഈ ലോകക്കാരെ പോലെ ഭൂമിയിലുള്ളത് ചിന്തിച്ച് നേടാനല്ല കർത്താവ് ഇവിടെ വന്നത്. കർത്താവ് ഉയരത്തിലുള്ള ചിന്ത ഉള്ളതുപോലെ പറഞ്ഞു. അത് കേട്ടവരാണ് മാനസാന്തരപ്പെട്ടത്. ഇന്ന് മാനസാന്തരപ്പെട്ടവരാരാ, മാനസാന്തരപ്പെടാത്തവരാരാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു വല്ലാത്ത ലോകമായി പോയി. കാരണം ആമേൻ അവിശ്വാസികളുമായി ഇടയില്ലപ്പെട കൂടി ആമേൻ ഹല്ലേലൂയ വല്ലാത്ത നിലവാരത്തിൽ വചനത്തിന്റെ മൂല്യം പൊട്ടിമറിച്ച് തകർത്ത് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ ദുഷ്ട ലോകത്ത് അത് വചനത്തിന്റെ വക്താക്കളായി ലോകം മുഴുവൻ സാക്ഷികളായി പോകുവാൻ വിളിച്ചു വേർതിരിച്ച ദൈവമക്കൾ വിശുദ്ധിയിൽ തികഞ്ഞവരായി. ഹല്ലേലൂയ. ഭൂമിയിലുള്ളത് അല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. ദൈവവചനത്തിലെ വകകൾ ആമേൻ പ്രകാരം അവർ തങ്ങളുടെ ചിന്തകളെ എന്ത് ചെയ്യണം, കേന്ദ്രീകരിക്കണം. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരാ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലോകപരമായ വസ്തുക്കൾ, തിന്മ നിറഞ്ഞ വസ്തുക്കൾ എല്ലാം നമ്മുടെ പാപ പ്രകൃതത്തിന് താല്പര്യമുള്ളവയാണ്. മനസ്സിലായവർ മാത്രം കരമടിച്ച് കർത്താവിന് മകൻ കൊടുത്താൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പി. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം ഹല്ലേലൂയ നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അത് തമ്മിൽ പ്രതികൂലമല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ ചിന്തകൾ ആയിരുന്നാൽ അങ്ങനെയുള്ള താല്പര്യങ്ങൾ ഒരു പക്ഷേ നമ്മെ കീഴടക്കിയേക്കാം. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ചിന്തകൾ എപ്പോഴും പരമാർത്ഥവും വിശുദ്ധവും നല്ലതുമായ കാര്യങ്ങളിലാണെങ്കിൽ പാപത്തിന്റെ ഇച്ഛകളെ നിരസിക്കുകയും അവയെ കീഴ്പ്പെടുത്തുകയും ആമേൻ അതെ നമ്മളിലൂടെ ദൈവനാമം മഹിമപ്പെടുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നാം എന്ത് വായിക്കുന്നു, എന്ത് കാണുന്നു, ഏത് തരത്തിലുള്ള സംഗീതം കേൾക്കുന്നു, നമ്മുടെ ചിന്തകൾ നമ്മെ എവിടേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കുന്നു എന്നീ കാര്യങ്ങളിൽ നമ്മൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. തലമുറകളാകട്ടെ, മുതിർന്നവരാകട്ടെ, കുഞ്ഞുങ്ങളാകട്ടെ. ആമേൻ. ഇന്നത്തെ നമ്മുടെ യുവതലമുറ കമ്പ്യൂട്ടർ ഇല്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ, സ്മാർട്ട് ഫോൺ ഇല്ലാതെ പഠിക്കുവാൻ കഴിയാത്ത ഒരു നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഹല്ലേലൂയ അങ്ങനെ നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അവനെ ഉയർത്തുക. ആമേൻ. അവനെ ഉൾപ്പെടുത്തുക. എപ്പോഴും വിജയിക്കുവാൻ അവിടുന്ന് നിങ്ങളെ ആമേൻ സഹായിക്കും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാൽ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ സമർപ്പിക്കും? ഹല്ലേലൂയ. സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ നീ വാഴ്ത്തുന്നു. അവിടുത്തെ നല്ല വചനം ഇന്ന് രാത്രി ഞങ്ങളുടെ കാതുകളിൽ കേൾപ്പിച്ചതിനായി നന്ദി പറയുന്ന കർത്താവേ, രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ട് ഹല്ലേലൂയ ശരിയായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആമേൻ ശരിയായ തിരഞ്ഞെടുത്തുകൊണ്ട് ഹല്ലേലൂയ ശരിയായ നടപടികൾ കൈക്കൊണ്ടുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കുവാൻ തക്കവണ്ണം ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. സമർപ്പിക്കപ്പെട്ടവരെ നയിപ്പാൻ തക്കവണ്ണം ശക്തിയുള്ളവനായ കർത്താവേ, നായകനായി അവരോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായ വഴികളിൽ അവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഗ്യമല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഹല്ലേലൂയ ആമേൻ അവരുടെ മനസ്സുകളെ നിറയ്ക്കുവാൻ പിശാച് അവരെ സമീപിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ ജീവിതം ഹല്ലേലൂയ നേരായ പാതയിലേക്ക് തിരിക്കേണ്ടതിന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അവരോട് കൂടെ ഇരുന്ന് ജയകരമായ ജീവിതം നയിപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കാം. എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവർത്തികൾ ഹല്ലേലൂയ എന്തുമാകട്ടെ ഇന്ന് രാത്രി
പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ വഴികൾ എല്ലാ വഴികളിലും അവനെ നിരച്ചു കൊടുക്കുക. അവൻ നിന്റെ പാതകളെ നേരെയാകും. ഹല്ലേലൂയ. ആമേൻ. ഒരു ആറ്റിനികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ഇടപാടാത്ത വൃക്ഷം പോലെ ഇരിക്കത്തക്ക വിധത്തിൽ അവർ ചെയ്യുന്നതൊക്കെ സാധിക്കത്തക്ക വിധത്തിൽ ഹല്ലേലൂയ രാത്രി ആമേൻ അവർ രൂപാന്തരപ്പെടുവാ. ആമേൻ യഥാർത്ഥമായ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാ കർത്താവ് കൃപ ചെയ്താൽ അതിന് കഴിയാതെ നാളിതുവരെ അവരെ ഞെരുക്കി വല്ലാത്ത ഒരവസ്ഥയിൽ ഒതുക്കിയ ദുഷ്ട പദ്ധതികളെ നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിച്ച് ജയമെടുക്കുക. രാത്രി കുടുംബങ്ങൾ, വ്യക്തികൾ, തലമുറകൾ വിടുവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. യൗവനക്കാർ എഴുന്നേറ്റ് വരട്ടെ. യൗവനക്കാരികൾ എഴുന്നേറ്റ് വരട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ഞങ്ങളുടെ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാക്കൾ എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അടികൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ താഴ്മയായിരിക്കുന്നു. കൃപയോടെ കേൾക്കണം. അൻപുള്ള പിതാവേ, ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു. നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായിരുന്നെങ്കിൽ നിങ്ങളുടെ കൂടപ്പുറപ്പിന്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ആമേൻ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറക്കരുത്. നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുക. ഒരു പാവി മനസ്സാന്തരപ്പെട്ടാൽ, ഒരു രോഗി സൗഖ്യമായാൽ, ഒരു പിന്മാറ്റത്താൽ മടങ്ങി വന്നാൽ ദൈവനാമം മഹത്വപ്പെടും. അതിന് കാരണക്കാരായ നിങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അതിനുള്ള പ്രതിഫലം വീതിക്കുമ്പോൾ അതിലൊരു വിഹിതം നിങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം കാരണമായി തീരും. ആമേൻ. കർത്താവായ യേശുവിന്റെ ക്രൂശിനെ ചുമക്കുവാൻ അതേ മനസ്സ് വെച്ച ആ അഭിഷക്തന്റെ തലമുറ മാനിക്കപ്പെട്ടു. തലമുറകൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി ആമേൻ യൂട്യൂബ് ചാനൽ ആമേൻ അതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുക. നാളെ വെള്ളിയാഴ്ചയാണല്ലോ. നാളെ പകൽ 11:30 മണിക്ക് ശേഷം തത്സമയ പ്രാർത്ഥനയുമായി സ്നേഹതീരം പ്രയർ ഫാമിലി ഫേസ്ബുക്ക് ആമേൻ അതേ പേജിലൂടെ ഹല്ലേലൂയ അതേ തത്സമയ പ്രാർത്ഥനയുമായി കടന്നു വരുന്നു. തത്സമയ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിക്കുവാൻ സമർപ്പിക്കപ്പെട്ട് കടന്നു വരുന്നവർ ഒരുമിച്ച് ചേർന്ന് അതിൽ ലഭിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.